അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുള്ള നിലപാട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അപ്പോൾ പോലീസ് പറയുന്ന ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത, അറസ്റ്റ് റിപ്പോർട്ടും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനിയുള്ള ഈ അറസ്റ്റിന് ശേഷമുള്ള നടപടികൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായും ബസ്സിൽ സ്ത്രീക്കുണ്ടായിരിക്കേണ്ട സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടതെന്ന് വേണം പറയാൻ. കാരണം അത്തരത്തിലുള്ള സുരക്ഷ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ അവർക്ക് ഒരു വീഡിയോ ആയി ചിത്രീകരിക്കേണ്ടി വരികയും അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയുമായിരുന്നു. പക്ഷേ ഇതിൽ ഉള്ള ഒരു ചോദ്യം, ഇത്തരത്തിൽ വീഡിയോ ഉണ്ടായിരുന്നിട്ടും അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അവരതൊരു പരാതിയായി നേരത്തെ പോയില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിഷയം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അതിലൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എന്തുകൊണ്ട് അവർ സമീപിച്ചില്ല എന്നുകൂടിയുണ്ട്. നേരത്തെ അവർ പറഞ്ഞിരുന്നത് ബന്ധപ്പെട്ടപ്പോഴൊക്കെ ഈ വാർത്ത വന്ന ദീപകിന്റെ മരണവാർത്ത വന്ന് തൊട്ട് പിന്നാലെ ബന്ധപ്പെട്ടപ്പോഴൊക്കെ അവർ പറഞ്ഞിരുന്നു വടകര സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ അവർ ഈ കാര്യം വിളിച്ചറിയിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് തീർത്തും വസ്തുതാ വിരുദ്ധമായിരുന്നു എന്ന് അന്വേഷണ സംഘം പിന്നീട് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോലീസിലോ പറഞ്ഞില്ല എന്നുള്ള കാര്യം ഇവിടെ ഒരു വാദമായി അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാതെ ആ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ആ യുവാവിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോയത് എന്നുകൂടെ പറയുന്നുണ്ട്. ഏതായാലും കോടതി ഒരുപക്ഷെ ജാമ്യം കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം 108 വകുപ്പ് പ്രകാരമുള്ള ഒരു കേസാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 10 വർഷം തടവും അതോടൊപ്പം തന്നെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്, ജാമ്യമില്ലാ കുറ്റം ആണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ കോടതി എന്തായിരിക്കും ഈ വിഷയത്തിൽ ചെയ്യുക എന്നുള്ളത് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണണം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കരുത് എന്നടക്കം പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. യുവജന സംഘടനയുടെ ഭാഗത്തു നിന്നാണ് പ്രതിഷേധം ഉയരുന്നത്. കുടുംബവും കർശന ശിക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം ഷിംജിതയെ കോടതിയിലേക്ക് എത്തിക്കും. ഷിംജിത സംസ്ഥാനം വിട്ടു, ഈ രാജ്യം തന്നെ വിട്ടു എന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ പോലീസിന്റെ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. ഷിംജിതയെ അതീവ രഹസ്യമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനരോഷം ഭയന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളോ പ്രതിക്ക് നേരെ ഏതെങ്കിലും നീക്കങ്ങളോ ഉണ്ടാകുമെന്നൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് അതീവ രഹസ്യമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തണം എന്നതടക്കം വിവിധ കോണുകളിൽ നിന്നും അഭിഭാഷകരെ ഇറക്കിയുള്ള ആവശ്യം വിവിധ സംഘടനകൾ ഉന്നയിച്ചു. നേരത്തെ തന്നെ കുടുംബവും അങ്ങനെയുള്ള വിഷമതകളാണ് തുറന്ന് പറഞ്ഞത്. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഷിംജിതയ്ക്ക് നൽകണം എന്ന ആവശ്യമാണ് കുടുംബവും മാതൃഭൂമി ന്യൂസിലൂടെ നേരത്തെ ഉന്നയിച്ചത്. ഇനിയുള്ള കോടതി നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിക്ക് ജാമ്യം കിട്ടുമോ അതല്ല കസ്റ്റഡിയിലേക്ക് ചോദ്യം ചെയ്യലിൻ്റെ അടക്കം ആവശ്യത കണ്ട് ഇനി ഡിജിറ്റൽ തെളിവുകൾ, ഈ വീഡിയോയുടെ പൂർണ്ണരൂപം ഉൾപ്പെടെ അത് പോലീസിന്റെ കൈകളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മുൻനിർത്തി കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ടോ, ആ ആവശ്യം മുന്നിൽ കണ്ട് ജാമ്യം നിഷേധിച്ചുള്ള ഒരു നടപടിയിലേക്കായിരിക്കുമോ കോടതി പോവുക? എന്തായിരിക്കാം ഈ കേസിലെ അറസ്റ്റ് റിപ്പോർട്ടിൽ പോലീസ് എന്തായിരിക്കാം ചൂണ്ടിക്കാട്ടുക? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.